രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ദശാസന്ധികളിൽ മലയാളക്കരയുടെ സാർവത്രിക വിദ്യാഭ്യാസ വികാസത്തിൽ പ്രൈമറി സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെ സമ്മാനിച്ച് ഉത്തരവാദിത്വ രാഷ്ട്രീയം മുഖമുദ്രയാക്കിയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ പുതുയുഗ പിറവിയായി IT ഭൂപടത്തിൽ കേരളക്കരയെ അടയാളപ്പെടുത്തി ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും കിൻഫ്ര പാർക്കും സംവിധാനിച്ച് സ്മാർട്ട് സിറ്റിയുടെ രാജശില്പി മുസ്ലിം ലീഗ് അസംബ്ലി പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യാവസായിക കേരളത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഗ്ലോബൽ മീറ്റ്, എമർജിംഗ് കേരള തുടങ്ങിയ സംരംഭങ്ങളിലൂടെ അതിവികസിത രാഷ്ട്രങ്ങളിലേക്ക് ഒഴുകുമായിരുന്ന വ്യാവസായിക നിക്ഷേപത്തിന് തടയണ നിർമ്മിച്ച് മലയാളക്കരയിലേക്ക് വഴിതിരിച്ചുവിട്ട കേരളത്തിന്റെ IT വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നയിക്കുന്ന കേരള യാത്ര പുതുതലമുറയുടെ തൊഴിൽ ചോദനയ്ക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജുകളും യെസ് യു ക്യാൻ സംരംഭങ്ങളും വിധാനിക്കുക വഴി വിദ്യാർത്ഥി യുവചേതനയെ നവസംരംഭകത്വത്തിന്റെ ആകാശങ്ങളിലേക്ക് ഉയർത്തിയ വികസന വിപ്ലവത്തിന്റെ പ്രയോക്താവ് മുസ്ലിം ലീഗ്. ശ്രീ അയ്യപ്പ ശാസ്താവിന്റെ തിരുദർശനത്തിനെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾക്ക് പുതുപാതകൾ ഒരുക്കിയും പരിപാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ വികസന ചരിത്രം സൃഷ്ടിച്ച മുസ്ലിം ലീഗ് അശരണർക്കും അഗതി അനാഥകൾക്കും ആത്മവിശ്വാസത്തിന്റെ ഉൾക്കരുത്ത് നൽകാൻ സാമൂഹ്യനീതി വകുപ്പിനെ പുനഃസംവിധാനിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തെ ലോകോത്തര സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാക്കി മാറ്റിയ മുസ്ലിം ലീഗ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സമാധാനീയരായ നമ്മുടെ KP കുഞ്ഞിക്കണ്ണൻ, KPCC ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് ശ്രീധരൻ PCC പ്രസിഡന്റ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഹമ്മദ് സാഹിബ്, അബ്ദുൽ സമദ് സുൽത്താൻ, ET മുഹമ്മദ് ബഷീർ സാഹിബ്, സിറാജ് സേഠ്, KPA മജീദ്, അബ്ദുൽ വഹാബ്, KM ഷാജി, ചെറുക്കണ ഉദ്ദുവ സാഹിബ്, PKK ബാബ സാഹിബ്, മന്ത്രിമാർ, MLA മാർ, മറ്റ് പോഷക ഘടക നേതാക്കൾ, KMCCയുടെയും മറ്റ് പോഷകങ്ങളുടെയും നമ്മുടെ മറ്റ് ചെറുപ്പത്തികളായ സഹോദരന്മാരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ മുസ്ലിം ലീഗ് കൈവരിച്ച സ്വീകാര്യതയുടെയും ബഹുജന ശക്തിയുടെയും പ്രതിഫലനമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന കേരള യാത്ര. രാജ്യം അങ്ങേയറ്റം വർഗീയ വിഭജനത്തിലേക്കും അസഹിഷ്ണുതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. രാജ്യത്ത് നൂറ്റാണ്ടുകളായി സാമൂഹികമായും സാമ്പത്തികമായും അടിത്തട്ടിൽ കിടക്കുന്ന ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളാണ് ഈ അസഹിഷ്ണുതയുടെയും അവഗണനയുടെയും ഇരകളാകുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദം, സമത്വം, സമന്വയം എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ കേരള യാത്രക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ഫാസിസ്റ്റുകൾ അധികാര ശക്തിയായത് ആണ് രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും ഇത്രയും വർദ്ധിക്കാൻ കാരണം. ദളിതും ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ ജീവിക്കാൻ പോലും അർഹരല്ലെന്ന് പരസ്യമായി പറയാൻ പ്രവർത്തിക്കാനും മടിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ദളിത് സമുദായത്തിലെ ഉന്നത ഗവേഷണ വിദ്യാർത്ഥികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സ്ഥാപിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും ജാമിയ മില്ലിയുടെയും ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളയാനും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കണമെന്ന് ആവശ്യപ്പെടാനും അധികാരത്തിലിരിക്കുന്നവർ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സമുദായത്തിൽ ജനിച്ചവരുടെ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നതും ഭരണത്തിലിരിക്കുന്നവർ തന്നെയാണ്. മതത്തിന്റെ പേരിൽ ഏതെങ്കിലും വിഭാഗത്തെ ആക്രമിക്കാനും പുറത്താക്കാനും അധികാരശക്തി തന്നെ
ഒരുമ്പെടുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഓരോ പൗരനും ഈ രാജ്യത്തിന്റെ സന്തതികളാണെന്നിരിക്കെ ഈ രാജ്യത്തെ ഒരു ജീവിയോട് പോലും രാജ്യം വിട്ടുപോകണമെന്ന് പറയാൻ ഇവിടെ ആർക്കും തന്നെ അധികാരമില്ല. മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ പൗരന്മാർക്കെല്ലാം സമത്വ അവകാശം ആണെന്നത് നമ്മുടെ മഹത്തായ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. സമൂഹത്തിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ ഐക്യവും സഹിഷ്ണുതയും ഉണ്ടാവേണ്ടതുണ്ട്. സമാധാനമുള്ള നാടിന് പുരോഗതിയുള്ള ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും ഇല്ലാതാകണം, എല്ലാ വിഭാഗീയതയും ഇല്ലാതാകേണ്ടതുണ്ട്. സമാധാന നാട്ടിൻ്റെ പൊതു നന്മക്കായി കൈകോർത്ത് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. കേരള യാത്ര കേരളത്തിൻ്റെ മനസ്സറിയുന്ന യാത്രയാണ്. മത ജാതി ഭേദമില്ലാതെ മലയാളികൾ ഈ യാത്രയെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഈ ലക്ഷ്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ട്രഷറർ കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രയാണം തുടങ്ങുന്ന ഈ യാത്രയുടേത്. ഓരോ പ്രവൃത്തിയുടെയും ഉദ്ദേശ്യമാണ് പ്രധാനം. മഹത്തായ ലക്ഷ്യത്തിലാണ് ഈ യാത്ര. ലക്ഷ്യം നന്നാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിത്തീരും. ജനങ്ങൾ ഇത് എടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിലെ ജനങ്ങളെ എന്നും ഒന്നായി കാണാനുള്ളതാണ് മുസ്ലിം ലീഗ് നയിക്കുന്ന ഈ മഹത്തായ ഈ യാത്ര, കേരള യാത്ര. കേരളം ഉടനീളം സഞ്ചരിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ശാന്തിയുടെയും പുരോഗതിയുടെയും ഈ യാത്രക്ക് ഇവിടെ സമാരംഭം കുറിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്മയിലേക്കും നീതിയിലേക്കും അതേപോലെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്കും ഒരു കാരുണ്യത്തിലേക്കും ഉള്ള ഒരു രാജ്യരക്ഷയിലേക്ക് നയിക്കുന്ന ഈ യാത്ര. ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, തീർച്ചയായിട്ടും അതിനെ ഉണർത്തിയാൽ ഗർജിക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ അന്യന്റെ അവകാശങ്ങൾ ഒരു നാരിയെ പോലും കവർന്നെടുക്കാൻ നമുക്ക് പാടില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾ ഒരു മുടിയര പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം മുസ്ലിം ലീഗിനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനപൂർവ്വം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉദ്ഘാടന ചടങ്ങ് ഈ കേരള യാത്രയുടെ നായകൻ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ, ദളിത് ന്യൂനപക്ഷ പിന്നോക്ക കൂട്ടായ്മയുടെ നായകത്വം വഹിക്കുന്ന പ്രഗത്ഭനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തങ്ങൾ, ബഹുമാനായ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ്, ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നേതാക്കളെല്ലാം വേദിയിലുണ്ട്. ഞാനിനി എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ കുറവാണ്. നേതാക്കൾ അനവധി വേദിയിലുണ്ട്, എല്ലാവർക്കും സമയം വേണം. കൂടാതെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രീ ശ്രീധരൻ, ശ്രീ കുഞ്ഞിക്കണ്ണൻ അവരൊക്കെ വേദിയിലുണ്ട്. പ്രിയങ്കരായ നാട്ടുകാരെ, സഹോദരന്മാരെ, വാർത്താ മാധ്യമ പ്രതിനിധികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ വളരെ വലിയ ഒരാഹ്വാനം. എന്തിന് ഈ ജാഥ? അത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക കൈമാറിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്തർദേശീയ തലത്തിൽ വളർന്നു വരുന്ന തീവ്രവാദം, IS പോലെയുള്ള സംഘടനകൾ മനുഷ്യന്റെ കഴുത്തറുത്തും മനുഷ്യനെ കൊന്നും ഒക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽപ്പെട്ട വൃത്തികേടുകൾ, അതുപോലെയുള്ള ക്രൂരതകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ ദിവ്യ മണ്ണിൽ, ഈ പരിശുദ്ധ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒരു പോയിന്റ്. തങ്ങൾ സവിസ്തരം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി, അതിൻ്റെ പ്രാധാന്യം. ഞാൻ ബഹുമാനായ
ഉദ്ഘാടന പ്രസംഗത്തിൽ ജാഥയുടെ ആവശ്യം പറഞ്ഞതുകൊണ്ട് അതിൽ തന്നെ ഊന്നുകയാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ പ്രശ്നം വളരെ പ്രധാനമാണ്. ലോകത്ത് പല രാജ്യങ്ങൾക്കും, നമ്മുടെ അയൽ രാജ്യങ്ങൾക്കും അയൽ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ലോകത്തെ വലിയ സമ്പന്ന പുരോഗതി പ്രാപിച്ച രാജ്യങ്ങൾക്കും ഒന്നും ആ ഭീഷണി ഫലപ്രദമായി തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്കക്കാർക്കും അവസരജനവിഭാഗങ്ങൾക്കും ഒക്കെ ഇവിടുത്തെ മുഖ്യധാരയിൽ ദേശീയ കക്ഷികളോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ മതവിശ്വാസികളും മതത്തിന്റെ യഥാർത്ഥ വക്താക്കളുമായിക്കൊണ്ട് ആ തീവ്രവാദത്തെ ഈ മണ്ണിൽ കാലുകുത്താൻ ഇതുവരെ അനുവദിച്ചില്ല എങ്കിൽ നാളെയും ഞങ്ങൾക്കത് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതിനെക്കുറിച്ച് ഫലപ്രദമായി പറയുന്നവർക്ക് മാത്രമേ മറ്റതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന ആ ഫാസിസ്റ്റ് ഭീഷണി, ഫാസിസ്റ്റ് രീതികൾ, ആ ഫാസിസ്റ്റ് ഭീഷണി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരായി മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി മാത്രമല്ല, മൈനോറിറ്റിക്കെതിരായി മാത്രമല്ല, അതങ്ങനെ അരങ്ങ് തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിലെ ക്യാമ്പിൽ, മഹാരാഷ്ട്രയിൽ, യുപിയിൽ, ബീഹാറിൽ തീയിട്ട് കൊല്ലുന്നു, അതുപോലെ തന്നെ ചുട്ടുകരിക്കുന്നു, അതുപോലെ തന്നെ അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ബുദ്ധിജീവികളെ കൊല്ലുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫാസിസം അതിന്റെ സകലവിധ ഭീകരതയോടും കൂടി നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നതിന്റെ സകല ലക്ഷണങ്ങളും അതിന്റെ ഭീകരത മുഖമുയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. ഈ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ആരെന്ത് പറഞ്ഞാലും ശരി പ്രവർത്തിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരുപോലെ, ഒരു തരത്തിൽ, ഒരേപോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യനെ ജാതി പറഞ്ഞും വർഗം പറഞ്ഞും വേർതിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ, ഈ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ, ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇറങ്ങുമ്പോ ഈ രാജ്യത്ത് അതിനെ ചെറുക്കാൻ ജനാധിപത്യ ചേരിക്ക് ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനായ തൈതരേ ശിഹാബ് തങ്ങളുടെ പൂർവികർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, ബാഫഖി തങ്ങൾ, CH അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാര്, തങ്ങളുടെ പരാമർശിച്ച നേതാക്കന്മാര്, ആ നേതാക്കന്മാര് തൊട്ട് എളിയ പ്രവർത്തകന്മാർ വരെ ഇന്ന് ഈ നഗരിയുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബിന്റെ, ഗോൾഡ് അബ്ദുൽ ഖാദർ സാഹിബിന്റെ നാമധേയത്തിലുള്ള ഈ നഗരിയിൽ ഇന്ന് അദ്ദേഹം അടുത്ത കാലത്താണ് അങ്ങനെയുള്ള സാധാരണ പ്രവർത്തകന്മാർ വരെ ജീവത്യാഗം കൊണ്ട് പടുത്തുയർത്ത മുസ്ലിം ലീഗിന് ഇന്നലെ അത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നാളെയും അത് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഈ യാത്ര ഇപ്പൊ സംഘടിപ്പിച്ചത്. പല കവികളും എഴുത്തുകാരും ചിന്തകന്മാരും ഒക്കെ വന്ന ഈ ജില്ല ഇന്ന് അതിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ല അനവധി പ്രോജക്ടുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഡെവലപ്മെന്റ് ഒരു ഭാഗത്ത്, കരുതൽ ഒരു ഭാഗത്ത്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ വല്ലതുമൊക്കെ ചെയ്യണം, അല്ലാതെ ഇരുന്ന് നിരങ്ങാനുള്ളതല്ല അധികാരം എന്ന് തെളിയിച്ച ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് തുടരണം എന്ന് പറയുന്നത്. അതിനെ തടയാൻ ചില വിദ്യകളൊക്കെ ഉണ്ട്. അതാണ് ബാർക്കോയ. നമുക്കറിയാലോ ബാർക്കോയാണ് ഇപ്പൊ വലിയൊരു വിഷയമായി പറയുന്നത്. ബാർക്കോയ വന്ന ഘട്ടം ഏതാണ് അത് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഈ കേരളം കുടിച്ച് മുടിയാണ്, കുടിച്ച് തീരുകയാണ് എന്ന് പറയായിരുന്നു. കടപ്പുറത്തൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ മദ്യത്തിന്റെ വലിയ ദുരന്തം അതിങ്ങനെ തീതുപ്പി നടക്കുകയായിരുന്നു. പക്ഷേ ആര് ബലിയർപ്പിക്കപ്പെട്ടാലും എന്ത് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നാലും ശരി അതൊക്കെ ഇല്ലാത്തതാണ്. അതൊക്കെ ഒരു സമയത്തേക്ക് മാത്രമാണ്. അതൊക്കെ മറികടക്കാൻ UDF-ന് കഴിയും, യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇന്നലെ ആരോപിതരായ മന്ത്രിമാരൊക്കെ നിരവധിയാണ്, നാളെ തെളിയും. പക്ഷെ വിഷയം അതല്ല. ഞങ്ങൾ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ കേട്ട്
ഈ പ്രശ്നങ്ങൾ മുഴുവൻ സഹിച്ച് കേരളത്തെ ഇന്നൊരു മദ്യ ദുരന്ത വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് മഞ്ചേശ്വരത്ത് തുടക്കമായി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകുന്ന ജാഥയുടെ ഉദ്ഘാടനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. സമത്വം, സമാധാനം, സമന്വയം എന്ന സന്ദേശവുമായി പ്രചാരണം നടത്തുന്ന ജാഥ ഫെബ്രുവരി 11 തിരുവനന്തപുരത്ത് സമാപിക്കും. ജാഥ നാളെ കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തും.